ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വലിയ പ്രതിസന്ധികൾക്കൊടുവിൽ ഇത്തവണത്തെ ISL ആരംഭിക്കാൻ പോവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ വരുന്ന 14-ാം തീയതിയാണ് ISL തുടങ്ങുക. കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക. ഇനി കേവലം 7 ദിവസങ്ങൾ മാത്രമാണ് ISLന് ഉള്ളത്. ഇത്തവണ പൊതുവെ ആവേശം കുറവാണ്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. പല വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് ISL എന്ന് വേണമെങ്കിൽ ഇത്തവണത്തെ ISLനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, കഴിഞ്ഞ ഒരുപാട് കാലമായി FSDL നല്ല രൂപത്തിലായിരുന്നു ISL നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ടുകൊണ്ടാണ് ISL നടത്തുന്നത്. അത് ISLനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ISL നടക്കാൻ ഇനി കേവലം 7 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചൊരു നീക്കവും അതല്ലെങ്കിൽ ഒരു പ്രതികരണവും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഇതുവരെ ഒഫീഷ്യൽ ഫിക്സ്ചർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതായത് ലീക്കായ ഫിക്സ്ചർ ഉണ്ട്, ഫാൻ കോഡ് അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അത് ഒഫീഷ്യലായിക്കൊണ്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല, പ്രമോഷൻസ് വളരെ കുറവാണ്. അതായത് വെറുതെ ഒരു ISL നടത്തുക എന്ന രൂപത്തിലാണ് ഫെഡറേഷൻ ഇതിനെ കാണുന്നത്. ആവശ്യമായ പ്രോമോസ് ഇപ്പോൾ ഈ ISLന് വേണ്ടി അവർ നൽകുന്നില്ല. ISLന്റെ ഒഫീഷ്യൽ പേജിൽ 1-2 പോസ്റ്റുകൾ വന്നതൊഴിച്ചാൽ ബാക്കിയുള്ള യാതൊരുവിധ തരത്തിലുള്ള പ്രമോഷനും ഇത്തവണ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ISLന് വേണ്ടി നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, TV-യിൽ എവിടെ ടെലികാസ്റ്റ് ഉണ്ടാകും എന്ന കാര്യത്തിലും തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഗ്രൗണ്ടുകളുടെ കാര്യത്തിലും ഇപ്പോഴും പലവിധ സങ്കീർണതകൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മൊത്തത്തിൽ പ്രതിസന്ധികളിലൂടെയാണ് ISL കടന്നു പോകുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇത്തവണത്തെ ISL നല്ല രൂപത്തിൽ നടത്തും എന്ന പ്രതീക്ഷ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.